KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വണ്ണക്കോട്. പ്രധാന വാർത്തകൾ. മർക്കസ് നോളജ് സിറ്റി സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചത് 313ഓളം സയ്യിദമാരുടെ നേതൃത്വത്തിൽ. മർക്കസ് നോളജ് സിറ്റിയെക്കുറിച്ച് മുസ്ലിം ലീഗ് MLA സി മോയിൻകുട്ടി സാഹിബ്, മർക്കസ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, മർക്കസ് നോളജ് സിറ്റി CEO EV അബ്ദുറഹ്മാൻ സാഹിബ് ഇന്ന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ. കൂട്ടമാനഭംഗത്തിനെതിരായ ശക്തമായ സമരങ്ങൾക്കു ശേഷം ഡൽഹി ഇന്ന് ശാന്തം. മാനഭംഗ കേസുകൾ സംബന്ധിച്ച നിയമം പരിഷ്കരിക്കാൻ 3-അംഗ സമിതി. അടുത്ത വ്യാഴാഴ്ച വിചാരണ തുടങ്ങുമെന്ന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. KPCC ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. 21 ജനറൽ സെക്രട്ടറിമാർ, 42 സെക്രട്ടറിമാർ. ലാവ്ലിൻ കേസിൽ പിണറായിയുടെ ഹർജി കോടതി തള്ളി. CM വലുല്ലാഹി സെന്റർ പ്രഖ്യാപന സമ്മേളനം നാളെ പരപ്പിൽ മുഹമ്മദ് അലി കടപ്പുറത്ത്. നസിഹ 2012 വെണ്ണക്കോട് നാളെ സമാപിക്കും. വാർത്തകൾ വിശദമായി. മർക്കസ് സഖാഫത്ത് സുന്നിയുടെ കീഴിൽ വിവിധ പദ്ധതികൾ ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന മർക്കസ് നോളജ് സിറ്റി സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ 313 സയ്യിദന്മാരാണ് സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചത്. നോളജ് സിറ്റി നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ച് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. ആയിരങ്ങളാണ് ലോഞ്ചിങ്ങിന് സാക്ഷികളാവാനെത്തിയത്. കൂടുതൽ വിവരങ്ങൾ KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ. കൂട്ടമാനഭംഗത്തിനെതിരായ ശക്തമായ സമരങ്ങൾക്കു ശേഷം ഡൽഹി ഇന്ന് ശാന്തം. പ്രതിഷേധം നിയന്ത്രിക്കാൻ ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വീണ്ടും നിരോധനാജ്ഞ ഏർപ്പെടുത്തി. ഇന്ത്യ ഗേറ്റിലേക്കുള്ള പ്രവേശനം പോലീസ് പൂർണ്ണമായും തടഞ്ഞു. മാധ്യമങ്ങൾക്കും ഇന്ത്യ ഗേറ്റിൽ പ്രവേശനമില്ല. രാജ്യത്തെ ഞെട്ടിച്ച കൂട്ടമാനഭംഗം നടന്നിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ മാനഭംഗ കേസുകൾ സംബന്ധിച്ച നിയമം പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയാണ് സമിതിയെ നിയോഗിച്ച് ഉത്തരവിറക്കിയത്. റിട്ടയേർഡ് ജഡ്ജിമാരായ ജെസ് വർമ്മ, ലൈല സേത്ത്, പ്രമുഖ നിയമ വിദഗ്ധൻ ഗോപാൽ സുബ്രഹ്മണ്യൻ എന്നിവരടങ്ങിയ സമിതിയെയാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. എന്നാൽ ഡൽഹിയെ വിറപ്പിച്ച പ്രതിഷേധം ഉണ്ടായിട്ടും ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ വൈകിയെന്ന ആരോപണമുയർന്നിട്ടുണ്ട്. കൂട്ടമാനഭംഗ കേസിൽ അടുത്ത വ്യാഴാഴ്ച വിചാരണ തുടങ്ങുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം പ്രശ്നത്തിൽ സർവകക്ഷിയോഗം ആവശ്യമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ വ്യക്തമാക്കി. കൂടുതൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ദൈനംദിന വിചാരണ നടത്തുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും ഷിൻഡെ പറഞ്ഞു. 4 വൈസ് പ്രസിഡന്റുമാരെയും 21 ജനറൽ സെക്രട്ടറിമാരെയും 42 സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. രമേശ് ചെന്നിത്തല പ്രസിഡന്റായി തുടരും. MM ഹസൻ, ലാലി വിൻസെന്റ്, ഭാരതിപുരം ശശി, AK മണി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. കരകുളം കൃഷ്ണപിള്ള ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടി പദവികൾ കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ ഏറെക്കുറെ തുല്യമായി വീതിച്ചെടുത്ത പ്രതീതിയാണ് ലിസ്റ്റ് നൽകുന്നത്. I ഗ്രൂപ്പിനാണ് ചെറിയ മുൻതൂക്കം. മുരളി വിഭാഗത്തിനും വയലാർ രവി, PC ചാക്കോ വിഭാഗങ്ങൾക്കും ചെറിയ പ്രാതിനിധ്യം നൽകി. 14 DCCകൾ 7 വീതം AI ഗ്രൂപ്പുകൾ തുല്യമായി പങ്കിട്ടു. ജനറൽ സെക്രട്ടറി പദവികളിൽ വൻതോതിൽ അഴിച്ചുപണി നടന്നപ്പോൾ DCC പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗവും തുടരുകയാണ്. പാർട്ടി പദവികളിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ, MP മാർ, MLA മാർ എന്നിവരെ മാറ്റി. 2 പദവികൾ വഹിക്കുന്നത് പ്രസിഡന്റ് രമേശ് ചെന്നിത്തല മാത്രം. പാർട്ടിയിൽ നിലവിൽ 2ാം നിര നേതാക്കളായവരെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പുതിയ ജനറൽ സെക്രട്ടറിമാരിൽ ഭൂരിഭാഗവും പ്രവർത്തന പാരമ്പര്യമുള്ളവരാണ്. സെക്രട്ടറിമാർ യൂത്ത് കോൺഗ്രസിൽ നിന്നും KSUവിൽ നിന്നും വന്നവരും.
ഭാരവാഹികളിൽ സ്ത്രീ പ്രാതിനിധ്യം നന്നേ കുറഞ്ഞു. വൈസ് പ്രസിഡന്റായി ലാലി വിൻസനും ജനറൽ സെക്രട്ടറിമാരായി പത്മജ അടക്കം 4 പേരും സെക്രട്ടറിമാരായി 2 പേരുമാണ് സ്ത്രീകൾ. ജനറൽ സെക്രട്ടറിമാരിൽ വനിതകൾ 4, എന്നാൽ 42 സെക്രട്ടറിമാരിൽ 2 പേർ മാത്രമേയുള്ളൂ. SNC ലാവ്ലിൻ കേസിൽ വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സമർപ്പിച്ച ഹർജി തള്ളി. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയാണ് പിണറായിയുടെ ഹർജി തള്ളിയത്. ലാവ്ലിൻ കമ്പനി പ്രതിനിധിയായ ക്ലോസ് ട്രെൻഡിലിന്റെ അസാന്നിധ്യത്തിൽ വിചാരണ ആരംഭിക്കാൻ സാധിക്കില്ലെന്ന CBIയുടെ വാദം അംഗീകരിച്ചാണ് കോടതി പിണറായിയുടെ ഹർജി തള്ളിയത്. കേസ് ഏപ്രിൽ 24-ന് വീണ്ടും പരിഗണിക്കും. 13ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി ഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി 8 കരാറുകളിൽ ഒപ്പുവച്ചു. ഇരു നേതാക്കളും തമ്മിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്കു ശേഷമാണ് പ്രതിരോധ മേഖലയിലെ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചത്. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ കൈമാറുന്നതുൾപ്പെടെ $300 കോടി പ്രതിരോധ ഇടപാടുകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ടാക്കിയത്. സമുദ്രാതിർത്തി ലംഘിച്ചതിന് 27 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന 4 ബോട്ടുകളും ലങ്കൻ അധികൃതർ പിടിച്ചെടുത്തു. ഇന്നലെ രാത്രി ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്ത് അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് നാവിക വക്താവ് കേസല വാരണകല സൂര്യ അറിയിച്ചു. പിടിച്ചെടുത്ത ബോട്ടുകളും മത്സ്യബന്ധന സാമഗ്രികളും ഹാർബൻ പോലീസിന് കൈമാറിയതായും നാവിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ മാസം ആദ്യം 40ഓളം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ സമുദ്രാതിർത്തി ലംഘിച്ചതിന് അറസ്റ്റിലായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില ദിവസങ്ങളായി ഇടിവ് തുടർന്ന സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു. 22,960 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 2,870 രൂപയും. ശനിയാഴ്ചയാണ് പവന് 160 രൂപ വർദ്ധിച്ച് 22,960 രൂപയിലെത്തിയത്. വെള്ളിയാഴ്ച പവന് 160 രൂപ താഴ്ന്ന് 22,800 രൂപയായിരുന്നു. ഒരു മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആസുരതകളിലെ ദുരപേരിയുയരുമ്പോ ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ ചിരിതൂകിടാൻ വിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. വെണ്ണക്കോട് യൂണിറ്റ് SSF SYS സംഘടിപ്പിക്കുന്ന നസീഹ 2012 ദശദിന പ്രഭാഷണം നാളെ സമാപിക്കും. ഇന്നലെ നടന്ന പ്രഭാഷണ വേദിയിൽ PSK മൊയ്തുബാക്കവി മാടവന പ്രഭാഷണം നടത്തി. ഇന്ന് 7 മണിക്ക് മാമൂലുകൾ തെറ്റും ശരിയും എന്ന വിഷയത്തിൽ അബ്ദുറഷീദ് സഖാഫി ഏലംകുളം പ്രഭാഷണം നടത്തും. പരിപാടിയുടെ ഭാഗമായി മഹലിലെ 5 കേന്ദ്രങ്ങളിൽ കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ചു. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തോടെ പരിപാടികൾ സമാപിക്കും. മുഹമ്മദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ഖാസിം ദാരിമി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമസ്ത ഉപാധ്യക്ഷൻ E സുലൈമാൻ മുസ്ലിയാർ, കോടമ്പുഴ ബാബ മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിക്കും. തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ SYS നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി SYS മാട്ടൂലിൽ ആദർശ സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 30-ന് മാട്ടൂൽ ജസീക്ക ബിൽഡിംഗിന് സമീപം നടക്കുന്ന പരിപാടിയിൽ നൌഷാദ് അഹ്സനി മുഖ്യ പ്രഭാഷണം നടത്തും. കുണ്ടുങ്ങൽ കുത്തുകല്ല് കേന്ദ്രീകരിച്ച് സ്ഥാപിക്കുന്ന CM വലുല്ലാഹി കൾച്ചറൽ സെന്ററിന്റെ പ്രഖ്യാപന സമ്മേളനം നാളെ വൈകിട്ട് 7 മണിക്ക് പരപ്പിൽ മുഹമ്മദ് അലി കടപ്പുറത്ത് CM വലുല്ലാഹി നഗരിയിൽ നടക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന ആത്മീയ സംഗമത്തിൽ സയ്യിദ് അലി ബാഫഖി തങ്ങൾ, AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, ഹാഫിൽ ഉസ്താദ് ഡോക്ടർ അബ്ദുൽ ഹക്കീം മസ്ഹരി, സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ, സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ, സയ്യിദ് മുർത്തള തുടങ്ങി നിരവധി പ്രമുഖ പണ്ഡിതർ സംബന്ധിക്കും.
കുണ്ടൂർ ഉസ്താദ് 7ാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായി SSF 40ാം വാർഷിക കർമ്മസേനയായ IT അംഗങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച തഖ്വിയ ക്യാമ്പ് സമാപിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് കുണ്ടൂർ ഉസ്താദ് മഖാം സിയാറത്തോടെ തുടക്കം കുറിച്ച ക്യാമ്പ് സമസ്ത ഉപാധ്യക്ഷൻ E. സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ശാരീരികാരോഗ്യ രംഗത്ത് വ്യക്തികളും സമൂഹവും രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രതിരോധത്തിന് പ്രാധാന്യം നൽകണമെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസ്താവിച്ചു. വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ ലുക്മാൻ റളിയല്ലാഹുവിന്റെ അധ്യാപനങ്ങളിൽ ഈ സന്ദേശം ഉൾക്കൊള്ളുന്നതായി പേരോട് വിവരിച്ചു. സൂറത്ത് ലുക്മാൻ കേന്ദ്രീകരിച്ച് നാദാപുരത്ത് നടക്കുന്ന സപ്തദിന പ്രഭാഷണ പരിപാടിയിൽ തിങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി 2ാം ദിനം പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആനിന്റെ സപ്തശൈലികളിലുള്ള പാരായണം ഈ മാസം 26-ന് വൈകുന്നേരം 5:30-ന് മഅദിനി ക്യാമ്പസിൽ നടക്കും. ലോകപ്രശസ്ത ഖാരികളായ അബ്ദുൽ ബാസിത്ത്, സുദൈസ്, ഷുറൈം എന്നിവരുടെ ശൈലികളിലുള്ള ഖുർആൻ പാരായണ വിസ്മയത്തിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ഹാഫിളുകളും ഖാരികളും പങ്കെടുക്കും. മഅദിൻ തഹ്ഫീളുൽ ഖുർആൻ കോളേജ് ആണ് പരിപാടിക്ക് ആതിഥ്യം വഹിക്കുന്നത്. ഹാഫിൽ അനീസ് മുഹമ്മദ് കർണാടക ഉദ്ഘാടനം ചെയ്യും. മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. SSF 40ാം വാർഷികത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന സമ്മേളനപ്പെട്ടിയുടെ ക്യാമ്പസ് തല ഉദ്ഘാടനം കാരന്തൂർ മർക്കസ് ബോർഡിംഗ് ക്യാമ്പസിൽ സംസ്ഥാന പ്രസിഡന്റ് സ്വാദിഖ് സഖാഫി പെരിന്താറ്റിരി നിർവഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കലാമാവൂർ അബ്ദുൾ റസാഖ് സഖാഫി വള്ളിയാമ്പുറം തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. വിശ്വാസി സഹസ്രങ്ങളുടെ മഹാസംഗമം തീർത്ത് മുഹിമ്മാത്ത് 20ാം വാർഷിക സമ്മേളനത്തിന് ആവേശകരമായ പരിസമാപ്തി. ആയിരക്കണക്കിന് പണ്ഡിതരെയും മുതഅല്ലിമീങ്ങളെയും സാക്ഷിയാക്കി 22 യുവ പണ്ഡിതർ ഗുരുവര്യരിൽ നിന്ന് മതബിരുദവും സ്ഥാനവസ്ത്രങ്ങളും ഏറ്റുവാങ്ങി സമൂഹ സേവനത്തിനിറങ്ങി. സമാപന സമ്മേളനം സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. ചടങ്ങിൽ ഖാലി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് അധ്യക്ഷത വഹിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മർക്കസ് സമ്മേളന വിശേഷങ്ങൾ. കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയ 35ാം വാർഷിക മഹാസമ്മേളനത്തിനെത്തുന്ന ജനലക്ഷങ്ങൾക്ക് സ്വാഗതമോദി ദേശീയപാതയിൽ കൂറ്റൻ കമാനങ്ങൾ ഉയർന്നു. കാരന്തൂർ മർക്കസിന് സമീപത്തെ ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് മർക്കസ് ശരീഅത്ത് കോളേജിലെ അധ്യാപകരായിരുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അലനല്ലൂർ അബ്ദുള്ള മുസ്ലിയാർ എന്നിവരുടെ പേരിലാണ് കമാനങ്ങൾ ഉയർന്നത്. കുന്നമംഗലം മുക്കം റോഡിൽ മർക്കസ് പ്രസിഡന്റായിരുന്ന സയ്യിദ് അബലിത്ത് തങ്ങളുടെയും ഫസൽ തങ്ങളുടെയും, കാരന്തൂരിൽ മർക്കസിന് ശിലപാകിയ സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്കയുടെയും നാമധേയത്തിലാണ് കവാടങ്ങൾ സ്ഥാപിച്ചത്. നഗരിയോട് ചേർന്നുള്ള മുഴുവൻ ഭാഗങ്ങളിലും അടുത്ത ദിവസങ്ങളിലായി കമാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. സമ്മേളന തീയതി അടുത്തെത്തിയതോടെ നാടും നഗരവും സമ്മേളന പ്രചാരണങ്ങളിൽ മുഴുകി. എല്ലാ ഭാഗങ്ങളിലും ബഹുവർണ്ണ പോസ്റ്ററുകളും ബോർഡുകളും വൈവിധ്യമാർന്ന പ്രചാരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. SSF പുല്ലാളൂർ സെക്ടർ മർക്കസ് സമ്മേളന പ്രചാരണാർത്ഥം ബൈക്ക് റാലി സംഘടിപ്പിച്ചു. 100ഓളം വാഹനങ്ങൾ അണിനിരന്ന റാലി 3 മണിയോടെ പുല്ലാളൂർ മഖാം സിയാറത്തോടെ ആരംഭിച്ചു. 7 മണിക്ക് കുരുവട്ടൂർ കുമ്മങ്ങോട്ട് താഴം ഹിക്മ നഗറിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ത്വാഹിർ സഖാഫി മഞ്ചേരി മുഖ്യ പ്രഭാഷണം നടത്തി. മർക്കസ് സമ്മേളനത്തിന്റെ ഭാഗമായി പൂക്കോട്ടൂർ അത്താണിക്കൽ യൂണിറ്റ് ഒരു ലോഡ് വിറക് മർക്കസിൽ എത്തിച്ചു. വിഭവ സമാഹരണത്തിന്റെ മുന്നോടിയായി എത്തിയ പ്രവർത്തകരെ ജനറൽ മാനേജർ C. മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. TP ആലിയുടെ നേതൃത്വത്തിലാണ് വിറക് വണ്ടി എത്തിയത്. സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി മർക്കസ് സമ്മേളന ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള മർക്കസ് വിഭവ സമാഹരണം ഇന്ന് മദ്രസകളിൽ നടന്നു. മദ്രസകളിൽ ശേഖരിച്ച വിഭവങ്ങൾ ശേഖരിക്കാൻ അതാത് റേഞ്ചുകളിൽ വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി വിജയിപ്പിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് KPH തങ്ങൾ, സെക്രട്ടറി PK ബാബ മുസ്ലിയർ ക്ലാരി എന്നിവർ അറിയിച്ചു. ഇനി KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ മുസ്ലിം ലീഗ് MLA C. മോയിൻകുട്ടി സാഹിബ് നമ്മോടൊപ്പം ചേരുന്നു. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാൻ, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ C. മോയിൻകുട്ടി MLA സാഹിബിന് KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം.
ഒരുപാട് വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമുദായത്തിന് മറ്റൊരു ബൃഹത്തായ പദ്ധതി കൂടി മുന്നോട്ട് വെക്കുകയാണ്, നോളജ് സിറ്റി. താങ്കളും ആ ചടങ്ങിൽ പങ്കെടുത്തു. താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എന്റെ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ഒരു മലയോര കുടിയേറ്റ മേഖലയാണ്. ഈ മേഖലയിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ആരംഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. അവറ്റ സന്തോഷത്തോടെ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാന്തപുരത്തിന്റെ കേരള യാത്രയിൽ നിർഭാഗ്യവശാൽ താങ്കൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി പങ്കെടുക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് മർക്കസ് സമ്മേളനം നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ സമ്മേളനത്തിൽ എന്തായിരിക്കും അങ്ങയുടെയും അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെയും നിലപാട്? നിലപാട് വ്യക്തമാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സർക്കാരിനെയാണ്. നിലപാട് തീർച്ചയായും അവരോട് ആ കാര്യങ്ങൾ അന്വേഷിച്ചാൽ അവർക്ക് പറയാൻ സാധിക്കും. ഞാൻ സന്ദർഭത്തെ കുറിച്ച് പ്രതികരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഞാനുള്ളത്. മനുഷ്യാവകാശ ധ്വംസനം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സമയത്താണ് മഅദനിയുടെ ജയിൽവാസം വിചാരണ പോലും കൂടാതെ അനന്തമായി നീളുന്നത്. കാന്തപുരം നേരിട്ട് സന്ദർശിച്ചത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. മഅദനി വിഷയത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മഅദനി വിഷയത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ധാരണയാണുള്ളത്. ഒരു സാഹചര്യത്തിലും നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ തലത്തിൽ നാം നേടിയിട്ടുള്ള കഴിഞ്ഞകാല നേട്ടങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് വിചാരണയില്ലാതെ ഒരു മനുഷ്യനെ നിരന്തരമായി ലോക്കപ്പിലിടുക എന്നുള്ള കാര്യം. മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത് മഅദനിയാകട്ടെ ആരുമാകട്ടെ അവർ ചെയ്ത തെറ്റുകൾ എന്തുമാകട്ടെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കൊണ്ടുവന്ന് ഒട്ടും വൈകാതെ സംബന്ധിച്ചുള്ള വിചാരണയ്ക്ക് അവസരം ഉണ്ടാക്കുകയും അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുകയും അതിനനുസരിച്ച് സംഘത്തിലെയും നിയമങ്ങൾക്കനുസരിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായി ഈ രൂപത്തിൽ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു നിശ്ചിത സമൂഹത്തിൽ ഇത്തരമൊരു ലോക്കപ്പ് തീർച്ചയായും ഒരു നാടിന്റെ ദേശീയ ബോധത്തിനും നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിനും എതിരാണ് എന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായി മഅദനി ഉൾപ്പെടെയുള്ള ആരുമാകട്ടെ അവരുടെ പേരിൽ ശിക്ഷ എന്തുമാകട്ടെ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നേരിടാനും അതിനവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് നേതാക്കന്മാർ എന്നും പറഞ്ഞിട്ടുള്ളത് ഇന്നും തുടർന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്നല്ല എന്നും മുസ്ലിം ലീഗ് വാർത്താത്തരം നീക്കം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി കാരാഗ്രഹത്തിൽ കിടന്ന സന്ദർഭത്തിൽ തന്നെ ഭരണാധികാരികളുടെ മുമ്പിൽ 140 MLA-മാരുടെ ഒപ്പുവാങ്ങി കേരളത്തിൽ കേരളത്തിന് അത്തരമൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ്, UDF-ന്റെ നേതൃത്വമാണ് എന്ന് അഭിമാനത്തോടെ പറയുകയാണ്. ഒന്നാമതായി അദ്ദേഹത്തെ പിടിച്ചുകൊടുത്തത് CPM ഗവൺമെന്റാണ്. രണ്ടാമത് പിടിച്ചുകൊടുത്തതും CPM ഗവൺമെന്റാണ്. അതൊന്നും ഇപ്പം അതൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും തീർച്ചയായും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ജനാമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നേടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഇതുപോലെ അനന്തമായി ഒരു മനുഷ്യനെ തടങ്കലിടാനല്ല എന്ന് ഞങ്ങൾ കരുതുകയാണ്. തീർച്ചയായും അതിനിടെ മോചനത്തിനു വേണ്ടി കേരളം പ്രാർത്ഥിക്കുകയാണ്. നന്ദി. ബഹുമാനപ്പെട്ട സി മോയിൻകുട്ടി സാഹിബിന് KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. മർക്കസ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി നമ്മോടൊപ്പം ചേരുന്നു. അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന് KMC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. നോളജ് സിറ്റിയുടെ ലോഞ്ചിങ് നിർവഹിക്കപ്പെട്ടു. നോളജ് സിറ്റിയുടെ ഉത്ഭവത്തിന് ചുക്കാൻ പിടിച്ച താങ്കൾ ഇപ്പോൾ എന്തു പറയുന്നു? നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. നോളജ് സിറ്റിയുടെ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയൊരു ടാസ്ക് അതിന്റെ ഭൂമി സമ്പാദിക്കുക എന്നതായിരുന്നു. അൽഹംദുലില്ലാ വിശാലമായ ആവശ്യമായ അത്രയും ഭൂമി സ്വന്തമാക്കിയതിനു ശേഷം മാത്രം പുറത്തു പറയാനും അതുവരെ അത് രഹസ്യമായി സൂക്ഷിക്കാനും സാധിച്ചു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. അത് ഭൂമി ഏറ്റെടുത്തതിനു ശേഷം ഔദ്യോഗികമായി ആദ്യമായി
ആ ഭൂമിയിലേക്ക് മർക്കസിന്റെ ഭാരവാഹികളും നമ്മുടെ നേതാക്കളും പ്രവേശിച്ച ദിവസമാണ് ഇന്ന്. 313 സാദാത്തുകളുടെയും സമസ്തയിലെ മുഷാവറ അംഗങ്ങളായ ഉലമാക്കളുടെയും മറ്റ് നേതാക്കളുടെയും എല്ലാം സാന്നിധ്യത്തിൽ 1000-ൽ പരം സ്നേഹജനങ്ങളുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്മീയ ജ്യോതിസ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അവർ നോളജ് സിറ്റിയുടെ ഭൂമി പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അൽഹംദുലില്ലാ. ഇതിൽ എല്ലാവരും പറയുന്ന ഒരേ വാക്ക് അൽഹംദുലില്ലാ, ഞങ്ങൾ സന്തുഷ്ടരാണ്. എത്ര വർഷം കൊണ്ട് അതിന്റെ പൂർണ്ണമായ ജോലി പൂർത്തീകരിക്കപ്പെടുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. കാരണം നമ്മുടെ പദ്ധതികളെല്ലാം ജനങ്ങളുടെ സഹായത്തെയും സ്പോൺസേഴ്സിനെയും സംഭാവനകളെയും മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്നതാണ്. പദ്ധതികൾ ആവിഷ്കരിക്കുക, ജനങ്ങളുടെ മുന്നിൽ പറയുക, അവരുടെ സഹായം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുക. ചിലപ്പോൾ വളരെ പെട്ടെന്ന് നടന്നേക്കാം, ചിലപ്പോൾ കൂടുതൽ താമസമെടുത്തേക്കാം. പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. അടുത്ത വർഷം തന്നെ ഒരു യുനാനി മെഡിക്കൽ കോളേജിന്റെ അക്കാഡമിക് അതിന്റെ ക്ലാസ് ആരംഭിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. വേറെ 2 സ്ഥാപനങ്ങളും കൂടെ അടുത്ത വർഷം തന്നെ ആരംഭിക്കും. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ ഇനി മർക്കസ് നോളജ് സിറ്റി CEO എഞ്ചിനീയർ EV അബ്ദുറഹ്മാൻ സാഹിബ് നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മർക്കസ് നോളജ് സിറ്റിയുടെ CEO EV അബ്ദുറഹ്മാൻ സാഹിബിന് KMIC ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. താങ്ക് യു. മുസ്ലിം കേരളത്തിന്റെ അഭിലാഷമായ നോളജ് സിറ്റിയുടെ കൺട്രോളർ CEO താങ്കളാണ്. നോളജ് സിറ്റിയുടെ ഇനിയുള്ള പദ്ധതികൾ വിശദീകരിച്ചാലും. നോളജ് സിറ്റി ശരിക്കും ഇന്ന് പുറത്തിറങ്ങിയ സിറാജ് പത്രത്തിൽ ഉസ്താദിന്റെ വളരെ കറക്റ്റായിട്ട് നല്ല അതിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നോളജ് സിറ്റി എന്നൊരാശയം ഉസ്താദിന് വരുന്നത് ലോകത്ത് പലയിടത്തും പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ പഠിക്കുക, അവിടെയൊക്കെയുള്ള ആളുകൾക്ക് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഒന്ന് പഠിക്കാൻ സൗകര്യം ഉണ്ടാവുമോ എന്ന അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നോളജ് സിറ്റി ആശയത്തിലേക്ക് നയിച്ചത്. പിന്നെ ആർട്സ്, സയൻസ് പോലുള്ള രംഗങ്ങളിലൊക്കെ മതവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ദൈവാ മേഖലകളിലും ഒരുപാട് കോഴ്സുകളും അതുപോലെ മതബൗദ്ധിക വിദ്യാഭ്യാസ സമുച്ചയങ്ങളും സംവിധാനങ്ങളും നമ്മുടെ രംഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷണൽസിനെ അടുപ്പിച്ചുകൊണ്ട് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഇവർക്കൊക്കെ കൊണ്ട് ഒരു മത വിജ്ഞാന ബേസിലുള്ള ഒരു സംവിധാനം വളരെ കുറവാണ്. അതിന്റെ ഒരു കാഴ്ചപ്പാട് കൂടി ഇതിലുണ്ട്. വളരെ വിശാലമായ രീതിയിൽ പ്രൊഫഷണലിസം, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ പാരാമെഡിക്കൽസ് എന്നിത്യാദി ഫീൽഡിലേക്ക് കൂടെ സംവിധാനത്തോടുകൂടിയ മതബൗദ്ധിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പുതിയ സമന്വയം ഈ സിറ്റി സാധ്യമാകുന്നുണ്ട്. മാത്രമല്ല പുതുതായിട്ട് പോകുന്ന ഒരുപാട് വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ ഒരു കേന്ദ്രം. 32-35 വർഷം വർക്ക് ചെയ്തപ്പോൾ 32 ഏക്കറിൽ കാരന്തൂരിൽ കാണുന്ന ഈ ക്യാമ്പസ് ഇത് മർക്കസ് വിഭാവനം ചെയ്ത ഒരു വലിയ ഒരു ആശയം തന്നെ. പക്ഷെ അതിനുപരി കാലോചിതമായ ഒരുപാട് മാറ്റങ്ങളോടുകൂടെ ഈ ഒരു നൂറ്റാണ്ടിന് വേണ്ടുന്ന മുഴുവൻ മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിന്റെ കേന്ദ്രമാണ് നോളജ് സിറ്റി. ഇന്ന് എന്താണ് അവിടെ നടന്നത്? ആരൊക്കെ അതിൽ പങ്കെടുത്തു? ഇന്ന് അതിന്റെ ഭൂമി പ്രവേശം എന്ന് പറയാവുന്ന നമ്മുടെ സൈറ്റ് ഏറ്റെടുക്കൽ സൈറ്റ് ലൗഞ്ചിങ് ആണ് ഇന്ന് അവിടെ നടന്നത്. അതിന്റെ ജോബ് തുടങ്ങി. ആദ്യമായിട്ട് ഇന്ന് പ്രത്യേകിച്ച് റദ്ദീകളോട് കൂടെ വളരെ മറ്റുള്ള സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ മറ്റേ മെഡിക്കൽ കോളേജ് വളരെ പ്രശസ്തമായ ഒരു ചികിത്സാ രീതിയാണ്. കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ ഇന്നും വളരെ 1ാം നമ്പറായിട്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി. ആ യുനാനിയുടെ മെഡിക്കൽ കോളേജുകൾ കേരളത്തിന് പുറത്തുള്ള 30 സ്റ്റേറ്റുകളിലുണ്ട്. പക്ഷെ കേരളത്തിലില്ല. കേരളത്തിൽ ഒന്നുകൂടി ഇസ്ലാമിക കാഴ്ചപ്പാടുമായി നിൽക്കുന്ന ചികിത്സാ സംവിധാനത്തെ രസകരമായ രീതിയിൽ ഒന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗവും ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് യുനാനി മെഡിക്കൽ കോളേജ് എന്നൊരു ആശയത്തിന് വർക്കസ് എന്ത് ചെയ്യാണ് ചെയ്യാം. അപ്പൊ അതും രണ്ടും വളരെ പെട്ടെന്ന് തുടങ്ങും. അതോടുകൂടെ തന്നെ ഇന്റർനാഷണൽ സ്കൂളുണ്ട്, ആർട്സ് ആൻഡ് സയൻസ്, മാനേജ്മെന്റ് സ്റ്റഡീസ് സ്കൂളുകളുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മൾ വിഭാവനം ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസത്തിന്റെയും ഒരു പുരോഗതിയുടെയും ഒരു ശരിക്കും ഒരു ഡ്രാഫ്റ്റ് തന്നെയാണ് മർക്കസ് തയ്യാറാക്കിയിട്ടുള്ളത്. 313 സയ്യിദന്മാർ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നു.
313 ശരിക്കും നമ്മൾ കൗണ്ട് ചെയ്തതാണ്. പക്ഷെ അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ചെയ്യുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ സയ്യിദ് കുടുംബങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ നിര തന്നെ. മാത്രമല്ല ചടങ്ങ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരുവിധമുള്ള സയ്യിദന്മാരൊക്കെ ചെടി നടുക, ഉള്ളളന്തങ്ങള് കുറ്റിയടിച്ചു, അങ്ങനെ വളരെ എല്ലാവർക്കും ഒരു നന്നായി ഫീൽ ചെയ്തു. നന്നായി ആയിട്ട് ആ ഒരു വെറൈറ്റി കൊണ്ടും അതിന്റെ സ്റ്റൈലും ഉസ്താദ് അസ്മാവുൽ ഹുസ്നാക്ക് എല്ലാവർക്കും സദസ്സിന് മൊത്തം ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് ആ പദ്ധതി തുടങ്ങുന്നത്. അതൊക്കെ വളരെ രസകരമായി എന്ന് തന്നെയാണ് അവിടെ പങ്കെടുത്ത എല്ലാവരുടെയും അഭിപ്രായം. വൻ ജനപങ്കാളിത്തത്തോട് കൂടി തന്നെയാണ് ലോഞ്ചിങ് നടന്നത്. 15 ഏക്കറോളമുള്ള ഒരു പ്രത്യേക ഗ്രൗണ്ടിൽ ഏകദേശം ഒരു 80% നിറയെ തന്നെ ആളുകൾ കാണികളായിട്ടുണ്ട്. നല്ല രസകരമായ ചടങ്ങായിരുന്നു. ഇനിയിപ്പോ അതിന്റെ നോക്കുന്ന വൈകുന്നേരത്തോടെ ടിവിയിലും പത്രങ്ങളൊക്കെ വരാനിരിക്കുക. 313 സയ്യിദന്മാരെ കൊണ്ട് ലോഞ്ചിങ് നിർവഹിക്കപ്പെടുമ്പോൾ, ഒരു നോളജ് സിറ്റിയുടെ ലോഞ്ചിങ് നിർവഹിക്കപ്പെടുമ്പോൾ അവിടെ തന്നെയാണ് മസ്ജിദുൽ ആസാർ വരുന്നത് എന്നൊരു കിംവദന്തിയും കേൾക്കാൻ സാധിക്കുന്നു. എന്താണ്? ആത്മീയതയിൽ ഒരു കാലത്തും പുറകോട്ട് പോകാത്ത, അല്ലെങ്കിൽ ആത്മീയത മാത്രം മുന്നോട്ട് വെച്ചൊരു പ്രസ്ഥാനമാണ് മർക്കസ്. നോളജ് സിറ്റി വിഭാവനം ചെയ്തു അതിനെ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ഇതിന് ചുറ്റും ഒരു ടൗൺഷിപ്പ് എന്ന ആശയമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് നോളജ് ചെയ്തത്. പിന്നീട് അവസാന ഒരു ഗുണം നല്ല നിലക്കോ എന്തോ അറിയില്ല, അങ്ങനെ ഒരു കോമ്പനന്റ് മാത്രം വളരെ പ്രശസ്തമായ രീതിയിൽ ചർച്ചയ്ക്ക് വന്നു. ഇനി അതിന്റെ ചർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ആ ഒരു ഭാഗം നിങ്ങൾ മനഃപൂർവ്വം വിട്ടുകളയുകയാണ്. അതിന്റെ കാര്യങ്ങൾ അതിന്റെ സമയത്ത് നോക്കിക്കാണുക. എങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത്, സമൂഹത്തിന് അത് കറക്റ്റ് ബോധ്യം വരും. അതിനെപ്പറ്റി ഒരു വിശദീകരണത്തിലേക്ക് കടക്കുന്നുണ്ട്. നന്ദി. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പങ്കെടുത്തതിന് വളരെ നന്ദി അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ പ്രൊജക്ട് വിജയിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാകുന്നു. KMIC വാർത്തകൾ. KMICയിൽ ഇനി നാദാപുരത്തു നിന്നും സൂറത്ത് ലുക്മാൻ എന്ന വിഷയത്തിൽ SY സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സപ്തദിന പ്രഭാഷണം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മർക്കസ് നോളജ് സിറ്റി സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചത് 313ഓളം സയ്യിദമാരുടെ നേതൃത്വത്തിൽ. കൂട്ടമാനഭംഗത്തിനെതിരായ ശക്തമായ സമരങ്ങൾക്കു ശേഷം ഡൽഹി ഇന്ന് ശാന്തം. മാനഭംഗ കേസുകൾ സംബന്ധിച്ച നിയമം പരിഷ്കരിക്കാൻ 3-അംഗ സമിതി. അടുത്ത വ്യാഴാഴ്ച വിചാരണ തുടങ്ങുമെന്ന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ. KPCC ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. 21 ജനറൽ സെക്രട്ടറിമാർ, 42 സെക്രട്ടറിമാർ. ലാവ്ലിൻ കേസിൽ പിണറായിയുടെ ഹർജി കോടതി തള്ളി. CM വലുല്ലാഹി സെന്റർ പ്രഖ്യാപന സമ്മേളനം നാളെ പരപ്പിൽ മുഹമ്മദ് അലി കടപ്പുറത്ത്. നസിഹ 2012 വെണ്ണക്കോട് നാളെ സമാപിക്കും. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC_newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.